മക്കളെ, ഒരു സിമ്പിൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഗിവൺ ഫിഗർ BC ഈസ് ദി ഡയമീറ്റർ. നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. BC എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ്. ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് AB ഈസ് ഈക്വൽ ടു AC. AB ഈസ് ഈക്വൽ ടു AC. ഇത് രണ്ടും ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ ആംഗിൾ ABC നമ്മളോട് ഈ എക്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. തന്നിരിക്കുന്ന ചിത്രത്തിൽ വൃത്തത്തിൻ്റെ വ്യാസം BCയും, ഇതാണ് വ്യാസം BC ആണ്, AB ഈസ് ഈക്വൽ ടു ACയുമാണ്. എങ്കിൽ ആംഗിൾ ABC ആണ് കാണാൻ പറഞ്ഞത്. മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് കാണുമ്പോഴേ അറിയാം, നമുക്ക് സർക്കിളിൻ്റെ ഒരു തിയറം അറിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. നമുക്കറിയാം, ഒരു ഡയമീറ്റർ അല്ലെങ്കിൽ ഒരു വ്യാസം സർക്കിളിൻ്റെ ആർക്കിൽ 90 ഡിഗ്രിയാണ് ആംഗിൾ ഫോം ചെയ്യുന്നത്. ഈ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ തിയറം നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടാമത് വേറൊരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. AB ഈസ് ഈക്വൽ ടു AC ആണ്. അതായത് ABC എന്ന ട്രയാങ്കിൾ ഒരു ഐസോസെലസ് ട്രയാങ്കിളാണ്. അപ്പം നമുക്ക് ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഒരു പ്രത്യേകത അറിയാം. രണ്ട് സൈഡും AB ഈസ് ഈക്വൽ ടു AC ആണ്. ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് പറയാം AB ഈസ് ഈക്വൽ ടു AC. കാരണം ഇത് 90 ഡിഗ്രി ഒരു ആംഗിൾ വരുമ്പം ഒരിക്കലും ഹൈപ്പോട്ടന്യൂസ് ഇത് ഈക്വൽ ആകിയല്ല. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് AB ഈസ് ഈക്വൽ ടു AC എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ രണ്ട് ആംഗിളും സെയിം ആണ്. നമ്മളോട് ഈ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് വേറൊരു കാര്യം കൂടി അറിയാം. ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ 180 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം 90 കംപ്ലീറ്റ് ആയി. അപ്പം നമുക്ക് ഇത് രണ്ടും കൂടി ചേർന്നാൽ, അതായത് ഈ എക്സും കൂടി ചേർന്നാൽ ഇനി 90 മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ 90 കഴിഞ്ഞു. അപ്പോൾ 180 ആണെങ്കിൽ ഇനി 90 കൂടി ഉണ്ട്. നമുക്ക് 2x 90 എന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 2x ഈസ് ഈക്വൽ ടു 90, x ഈക്വൽ ടു 90/2, 45 ഡിഗ്രി. അല്ലെങ്കിൽ നമുക്ക് ആംഗിൾ ABC ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. അപ്പോൾ നമുക്ക് 4 ചോയ്സാണ് തന്നത്. ആ 4 ചോയ്സിൽ നമ്മുടെ ആൻസർ ഈസ് B. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ കൂടുതൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സാറിന് ഈ വാട്സപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ സാറിൻ്റെ ടീച്ചേഴ്സ് 1-to-1 ആയിട്ട് മക്കളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് മക്കളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മക്കൾ ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ മക്കൾ മറക്കരുത്.